ഉത്തർപ്രദേശ് നിയമവാഴ്ചയിൽ സ്വരം കടുപ്പിച്ച് സുപ്രീംകോടതി. സംസ്ഥാനത്തെ നിയമവാഴ്ച പൂർണ്ണ തകർച്ചയെന്ന വിമർശനം. സർക്കാർ സിവിൽ കേസുകൾ ക്രിമിനൽ കുറ്റങ്ങളാക്കിയെന്നും വിമർശനം. ശരിയായ കാര്യങ്ങളല്ല യു.പിയിൽ സംഭവിക്കുന്നത്. എല്ലാ ദിവസവും സിവിൽ കേസുകൾ ക്രിമിനൽ കേസുകളായി മാറ്റപ്പെടുന്നു. ഇത് നിയമവാഴ്ചയുടെ സമ്പൂർണ്ണ തകർച്ചയാണ്. ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നടത്തിയ പരാമർശമാണിത്. സിവിൽ തർക്കങ്ങളെ ഗുരുതര വകുപ്പുള്ള ക്രിമിനൽ കേസുകളാക്കി മാറ്റിയതിനാണ് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനത്തിനിരയായത്. യു.പിയിൽ നിയമവാഴ്ച പരിപൂർണമായി തകർന്നുവെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങിയ ബെഞ്ച് പറഞ്ഞു. സിവിൽ കേസുകളിൽ തർക്കം തീർപ്പാക്കാൻ വർഷങ്ങൾ എടുക്കുന്നതിനാലാണ് ക്രിമിനൽ കേസാക്കിയതെന്ന് പറഞ്ഞതോടെയാണ് ചീഫ് ജസ്റ്റിസ് വാക്കുകൾക്ക് കടുപ്പം കൂട്ടിയത്. ഇത്തരം രീതികൾ ആവർത്തിച്ചാൽ പോലീസിന് പിഴയിടുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഉത്തർപ്രദേശ് സ്വദേശി ദേബു സിംഗ് നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് സർക്കാർ സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനത്തിനിരയായത്. ആക്രിക്കച്ചവടക്കാരനായ ഹർജിക്കാരന്റെ പിതാവ് ബൽജീത് സിംഗ് ദീപക് ബെഹൽ എന്നയാളിൽ നിന്ന് 25 ലക്ഷം രൂപ കടം വാങ്ങി. എന്നാൽ പണം സമയത്തിന് തിരിച്ചു നൽകാൻ സാധിച്ചില്ല. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണി നേരിട്ടതായി ബെഹൽ ആരോപിച്ചു. തുടർന്ന് കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട കേസിൽ ക്രിമിനൽ ഭീഷണി, ക്രിമിനൽ ഗൂഢാലോചന എന്നീ ഗുരുതര വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതിനെ തുടർന്നാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.